അത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ. അതായത് നമ്മളെ യാമിക്കുട്ടിൻ്റെ ബർത്ത്ഡേ അല്ല, അതിന് നമുക്കൊരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുത്താലോ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടൊന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അതെ, മെച്ചിൻ്റെ വക ഇതാ. മെച്ചിക്ക് പണ്ടേ പലക കസതിലൊക്കെ ഉണ്ട് നോട്ടം. അങ്ങനെ വരാൻ വേണ്ടി സ്കൂളിംഗ് ക്ലാസ് വെച്ച് ഇപ്പോൾ ഷൈനിങ് ചെയ്യാം. കുറെ കാലം കഴിയുമ്പോൾ കണ്ടോളും വീഡിയോയില്. അഭിലാമി ഇമ്മിച്ചൊക്കെ വന്നിരുന്നില്ലേ രാത്രി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി പിന്നെ നമ്മൾ പോവാ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ വർക്കലയൊക്കെ 2 ദിവസം പോയി വന്ന് എന്തായാലും ഒരു യാത്ര പോയ സ്ഥിരമുള്ളതാണ് ഒരു ചുമയും ജലദോഷമൊക്കെ. അതൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇനിയൊരു പുതിയ പരിപാടി ഉണ്ട്. അത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ. ജനുവരി 30-നല്ലേ നമ്മളെ യാമിക്കുട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും അതിന് നമുക്കൊരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുത്താലോ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടൊന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അതായത് നാളെയാണ് കേട്ടോ ഈ പറഞ്ഞ ബർത്ത്ഡേ ഉള്ളത്. പ്രകൃതിയായിട്ട് ജെമി സ്കിൻ കെയർ പൗഡർ തേച്ചുകൊണ്ടിരിക്കുക. സ്കൂൾ വിട്ട് വന്നാലാണ് എപ്പോഴും തേക്കാറ്. ആ പെട്ടെന്നുള്ള ആ ഒരു ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. വെയിലത്ത് ഇങ്ങോട്ട് കളിച്ച് വരുമ്പം ഇപ്പോൾ സാധാരണ ഈ സൂക്കാണെങ്കിൽ പ്രശ്നമല്ല, അവൻ്റെ സ്കിൻ കളർ ആദ്യം അങ്ങനെയാണ്. അപ്പോൾ ഒരു വെയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷെ ഇവനെന്ന് പറഞ്ഞാൽ ഈ കളറായതുകൊണ്ട് തന്നെ 4 കളറാക്കാറ് ഫേസ്. ഇവിടെ ഒരു കളറ്, മുഖത്തിലൊരു ഭാഗത്തൊരു കളറ്. അതാണ് ഈ കളറ്. ഇങ്ങനത്തെ കളറാകുമ്പോഴുള്ള പ്രശ്നം. ഇവനാണെങ്കിൽ എണ്ണ തേക്കല്ലേ. ഇസുവിനെ പിന്നെ നല്ല എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു കൊടുക്കും. കാരണം ഓനക്ക് വേണ്ടതുകൊണ്ട് സ്കിന്നിൻ്റെ ഒരു തിളക്കൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റും അതെ വെളുത്ത് പാറാനുള്ള പ്രോഡക്റ്റേ അല്ല. കാരണം ഏത് വീഡിയോ ചെയ്യുമ്പോഴും പറയും എന്നാൽ പിന്നെ ഇത് തേക്കണത് എന്താ മെച്ചിൻ്റെ പൊടി തേച്ചുകൂടെ, അല്ലെങ്കിൽ മെച്ചിൻ്റെ എണ്ണ ഇപ്പോൾ ഉപയോഗമല്ലേ. ഇത് ഞാൻ കാണിക്കുന്ന ഓരോ സാധനം ഓരോരോ ഉപയോഗത്തിനുള്ള. ഇപ്പം നമ്മുടെ ഡെർമാക്കോൻ്റെ പ്രോഡക്ട്സ് ഞാൻ കാണിക്കുന്നത് എപ്പോഴും അത് സ്കിൻ കെയറിനുള്ള പ്രോഡക്ട്സ് ആണ്. ഇതൊന്നും വെളുത്ത് പാറാനുള്ള പ്രോഡക്ട്സേ അല്ല. അപ്പോൾ പറയും നിങ്ങൾ ചിലരൊക്കെ കമൻറ്റ് അയക്കാൻ നിങ്ങൾ ഇസുവിന് കുറച്ച് തേച്ച് കൊടുത്തൂടെ എന്നൊക്കെ. കുട്ടികളെ വരെ അങ്ങനെയാണ് ചിലരൊക്കെ കമൻറ്റ് അയക്കുക. അത് ഓൻ്റെ സ്കിൻ ടോണാണ്. ആ ടോണ് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അതിപ്പോൾ ജനിച്ചപ്പോൾ തന്നെ കിട്ടിയൊരു ടോണല്ലേ. എന്തെങ്കിലും ഒരു സാധനം തേച്ചാൽ ആ ടോണ് വൈറ്റായി സായിപ്പുമാരെ പോലെ ആവുമോ? അങ്ങനെ ആവില്ല. നമ്മൾ സ്കിന്ന് കെയർ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ വരുന്ന എന്തെങ്കിലും പുറത്തുനിന്ന് വരുന്ന പാടുകൾ, ഇപ്പം കുറച്ച് ഏജ് ആകുമ്പോൾ നമുക്കിങ്ങനെ പിഗ്മെൻറ്റേഷൻ പല ഭാഗത്ത് പല കളേഴ്സ് സ്കിന്നിൽ വേറെ വരുന്നതാണ്. അതൊക്കെ പോകാനാണ് ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഇപ്പം ഇവന് വെയിലത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉള്ള കളറുമ്മേ ഒരു ടാനാണ് വരുന്നത്. ആ ടാന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കിന്ന് നമ്മൾ നല്ല ഈ മഞ്ഞുകാലത്തൊക്കെ ഭയങ്കര ഡ്രൈ ആകുമ്പോൾ ആ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് തേച്ചാൽ വെളുത്ത് മാറുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും ഒരു പരസ്യവും ചെയ്തിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ചോദിക്കുന്നതാണ് അപ്പോൾ മറ്റേ പ്രൊഡക്റ്റ് എന്തിനുള്ള, അല്ലെങ്കിൽ ഈ മറ്റേ ഇമ്മച്ചിൻ്റെ പൊടി അപ്പോൾ എന്താ. ഇത് ഓരോന്നും ഓരോ കാര്യങ്ങൾക്കുള്ള. ഇപ്പോൾ ഇമ്മച്ചിൻ്റെ ഈ പൊടി എണ്ണ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തേക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതായത് നമുക്ക് ധൈര്യമായിട്ട് തേക്കാമല്ലോ, അതിലൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇമ്മച്ചിൻ്റെ ഈ പൊടിയും എണ്ണയൊക്കെ നല്ല അടിപൊളിയാണ്. ഇത്രയും പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് അവരൊക്കെ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇമ്മച്ചിൻ്റെ ഈ സ്കിൻ കെയർ പൗഡറും ഓയിലും ഒക്കെ. പൗഡറൊക്കെ ഇതാ ഇതുപോലെ സൺ ടാന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ മുഖം ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടാൽ, എനിക്കൊക്കെ എപ്പോഴും അങ്ങനെ ഉണ്ട്, വെയിൽ കൊണ്ടാൽ മുഖം 4 കളറായിരിക്കും. അല്ലെങ്കിൽ ഒന്നും തേക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ഇത് തേച്ച അപ്പം ആ ഒരു കരിവാളിപ്പണ്ട് പോകും. പുറത്തുനിന്ന് വെയിലിൽ നമ്മുടെ സ്കിന്നിന് വരുന്ന ഡാമേജ് അല്ലേ, അത് പോകാൻ അടിപൊളിയാണ്. അപ്പം ഇവനെ ഇത് തേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ പ്രായത്തിലാണ് അധികവും പെൺകുട്ടികൾക്ക് മുഖത്ത് ഓയിലി ആയിട്ട് ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ വരുന്നൊരു പ്രായമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഈ പൊടിയൊക്കെ. കാരണം മുഖത്തുള്ള എക്സ്ട്രാ വരുന്ന ഓയിലൊക്കെ പോവാനും സ്കിന്നിനെ ഒന്ന് നല്ലൊരു ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ്. അതാണ് നമ്മുടെ ജെമി സ്കിൻ കെയർ പൗഡർ. അപ്പോൾ അത് തനതായ ഇമ്മച്ചിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കണതിൽ ഒരു കെമിക്കൽസ് ഇല്ലാതെ 100% ഉറപ്പുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും വാങ്ങിക്കണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അമ്മച്ചിൻ്റെ വാട്സപ്പ് നമ്പർ. അതുപോലെ നമ്മുടെ സ്കിൻ കെയർ ഓയിലുണ്ട്, ഹെയർ കെയർ ഓയിലുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നാളെ നമ്മളെ യാമിക്കുട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം അങ്ങനെ ബർത്ത്ഡേ ഇതെങ്ങനെ നമ്മൾ കുറേ ആയാലും ഒത്തുകൂടിയിട്ട് അങ്ങനത്തെ തരത്തിൽ കുറേ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എന്തായാലും അങ്ങനത്തെ സെലിബ്രേഷനൊന്നുമില്ല. വേറെ തരത്തിലുള്ള സെലിബ്രേഷൻസ് ഒക്കെയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇന്ന് രാവിലെ ഇപ്പോൾ ജാസ്മിക്കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോൾ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണ്ടേ അങ്ങനെ തോന്നിട്ടോ. അപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് ഷൈത്താനോട് പറഞ്ഞ അവൾ പറഞ്ഞാൽ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഗിഫ്റ്റ് ഒന്നും വേണ്ട അങ്ങനെ പറയും. അപ്പോൾ ഞങ്ങൾ ഓളറിയാണ്ട് രാത്രി 12 മണിക്ക് പോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ. എന്തായാലും ഞങ്ങൾ ആദ്യം ഞാനും ജാസ്മിക്കുട്ടിയൊക്കെ ഒന്ന് പോയി ഷോപ്പിങ്ങിന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരട്ടെ. ഓക്കെ, അതാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി കേട്ടോ.
അപ്പം ഞാൻ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കട്ടെ. ജാസ്മിൻ്റെ ഉണ്ണിമോൻ ഇങ്ങോട്ട് വരാമെന്നുണ്ട് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നെജിത്ത സ്റ്റിച്ച് ചെയ്ത് തന്നാണ് കേട്ടോ. ഇത് നമ്മൾ ന്യൂ ഇയറിന് ഷൈത്ത് ഗിഫ്റ്റ് വന്ന മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈസി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ പിന്നെ എന്നും എന്തെങ്കിലും ജ്യൂസ് മെച്ചിൻ്റെ വകയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കും. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് മേക്കർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവർക്ക് തന്നെ എന്തെങ്കിലും ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാനൊക്കെ ഈസിയാണ്. അവർ ഓൺലൈൻ ക്ലാസ്സിലാണ് കേട്ടോ. നമുക്ക് ഇന്ന് രാത്രി എന്തായാലും ക്ലാസ് ഇരിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. ഇനി ഷോപ്പ് ചെയ്ത് വന്നിട്ട് വേണം ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ക്ലാസ്സിന് ഇരുന്നേക്കാണ്. ഇപ്പോൾ ഈ എക്സാംസ് ഒക്കെ അടുക്കാറായതുകൊണ്ട് കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷൻ നമ്മൾ പാരൻസിനായിരിക്കും അല്ലേ. കാരണം ഈ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടേ, ഒന്നും ഇപ്പോഴേ പഠിക്കൂല, ഇങ്ങനെ കളിച്ചോണ്ട് നടക്കുമായിരിക്കും. എക്സാമിൻ്റെ തലേ ദിവസം ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുട്ടികളൊക്കെ. ഇപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കണൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ആ ഒരു കറക്റ്റായിട്ട് ബേസ് ഒന്നും അറിയില്ല. അപ്പോഴത്തേക്ക് മാത്രം പോയി പഠിക്കുമ്പോൾ എക്സാമിന് അവർ വിചാരിച്ച പോലെ സ്കോർ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അവരുടെ മാർക്കും കാര്യങ്ങളും അവരിങ്ങനെ ക്ലാസ്സിൽ പിന്നിലാവണൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര ടെൻഷനല്ലേ. അപ്പോൾ അങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറയാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പുറകെ നടന്ന് പഠിക്കുന്നു പറഞ്ഞിട്ട് അവരെങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം കുറയാണ് ചെയ്യുക. കുട്ടികൾ കുറച്ചും കൂടി മടി കാണിക്കുക ചെയ്യുക അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന പാരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിച്ച് അതിനൊന്നുള്ള സമയം കിട്ടില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഒരുപാടുണ്ടാവും. കുറച്ചുകൂടി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടി മാനേജ് ചെയ്ത് പോകാൻ ചിലപ്പോൾ നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം തന്നെ ആണെങ്കിലും ഇപ്പം നമ്മൾ ഈ വ്ളോഗും കാര്യങ്ങളും അതിൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണോണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് ഹോംവർക്ക് ചെയ്യുമ്പോൾ അവർ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും, എക്സാം വരുമ്പോൾ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കൂടെ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കാനുള്ള ടൈം ഒന്നും ചിലപ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളെ ഇന്റർവെല്ലിന്റെ ക്ലാസ്സിന് ചേർത്തിയതുകൊണ്ട് എനിക്ക് പിന്നെ ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ കൊടുക്കുന്ന അതേ ഒരു കെയറും അറ്റൻഷനും ഒക്കെ നമുക്ക് അവർക്ക് ഇന്റർവെല്ലിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ എക്സാം വരുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ കാര്യത്തിലും ടെൻഷനില്ല. കാരണം ഈ സമയത്ത് അവർ കുട്ടികൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങളും നടക്കും. ഇന്റർവെല്ലിനെ പറ്റിയിട്ട് എപ്പോഴും ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ക്ലാസ്സിൽ ചേർത്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ. അതുകൊണ്ടാണ് എപ്പോഴും ഇത് ഞാനിങ്ങനെ വീഡിയോയിൽ എടുത്ത് കാണിക്കാറ്. അവിടെ ആസൂട്ടിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് നടക്കുമ്പോൾ അങ്ങോട്ട് പോകാറില്ല കേട്ടോ. കാരണം അവനും അവൻ്റെ ടീച്ചറും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം. കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൂടി പറയാം കേട്ടോ. ഇങ്ങനെ ട്യൂഷനൊക്കെ ചേർത്തണമെന്ന് ആവശ്യമുള്ളവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. Such a beautiful river and a tiny house. നമ്മൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് വലിയ സമാധാനമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻസ് ഒക്കെ ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ കൂടിയാണെങ്കിൽ ഇപ്പം എൻ്റെ കാര്യം നോക്കുക, എനിക്ക് ഈ വ്ളോഗും കാര്യങ്ങളും അതിൻ്റെ യാത്രകളൊക്കെ ആയിട്ട് ഇപ്പോൾ കുട്ടികളുടെ പഠിത്തം നമുക്ക് അവരുടെ അടുത്തിരുന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു അറ്റൻഷനൊക്കെ ഈ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ കൊടുക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ പാരൻസിനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവരെ ശ്രദ്ധിക്കാൻ അതുപോലത്തെ ടീച്ചേഴ്സിനെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു സമാധാനമാണ്. കുറച്ചുകൂടി കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് തന്നെ സ്വന്തമായിട്ട് പഠിക്കാനുള്ള ആ ഒരു ഇതൊക്കെ വരും, ചോദിച്ചും പറഞ്ഞും ഒക്കെ പഠിക്കാനും. പക്ഷെ ഇപ്പോൾ പല കുട്ടികൾക്കും പെട്ടെന്ന് ക്ലാസ്സിൽ ഇങ്ങനെ നീ ചെന്ന് സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാനൊക്കെ കുറച്ചൊക്കെ പിന്നാക്കമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഒരു ടീച്ചറും ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാനും പറയാനും ഒക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും. പിന്നെ ഒരു ക്ലാസ്സിൽ തന്നെ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടാകുമ്പം എല്ലാവരും ഒന്നും ചിലപ്പോൾ ഒരുപോലെ ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് ബാക്കിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ശരിക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് സിലബസ് ഓറിയന്റഡ് ട്യൂഷനാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് GCC കൺട്രീസിലൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് അവർ സ്റ്റഡീസ് മൊത്തത്തിൽ മാറല്ലേ. കാരണം ഇവിടുത്തെ ഒരു സിസ്റ്റം ആവില്ല അവിടെ. അപ്പോഴൊക്കെ കുട്ടികൾക്ക് അത് കൂടെ മേക്കപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമ്മുടെ ഇന്റർവെല്ലിൻ്റെ ഒരു ട്യൂഷൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇന്റർവെല്ലിൻ്റെ ഒരു ട്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുട്ടിക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഒക്കെ എടുത്ത് ആ കുട്ടിൻ്റെ ആവശ്യം അവരുടെ ഒരു കറണ്ട് സ്റ്റാറ്റസ് ഒക്കെ മനസ്സിലാക്കി കുട്ടിക്ക് വേണ്ട ഒരു അക്കാദമിക് കലണ്ടറൊക്കെ പ്രിപ്പയർ ചെയ്ത് അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് ആണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും സ്കൂൾസിലെ പോലെ തന്നെ നോട്ട്സും ഷോർട്ട് നോട്ട്സും ചാപ്റ്റർ വൈസ് എക്സാംസും അതുപോലെ എക്സാം ഓറിയന്റഡ് ക്ലാസ്സസും ഇതൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് എന്തൊരു പ്രോപ്പർ അറ്റൻഷൻ കൊടുത്തിട്ടാണ് ഇവരും കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൂടെ നമ്മുടെ കുട്ടിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, GCC കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും എല്ലാം ഇന്റർവെൽ ഉണ്ട്. അതുപോലെ 6 വർഷങ്ങളായി ഇവരുടെ സർവീസ് തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം ആണ് ഇന്റർവെൽ എന്ന്. We are going for
for a picnic on the banks of the river. ഇപ്പോൾ എക്സാംസ് ഒക്കെ അടുത്തതുകൊണ്ട് തന്നെ 8th മുതൽ 10th വരെയുള്ള കുട്ടികൾക്കൊക്കെ സ്പെഷ്യൽ എക്സാം ഓറിയന്റഡ് ക്രാഷ് കോഴ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് ഇതിൽ സ്പെസിഫിക് സബ്ജക്ട്സിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും സ്കോർ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ എക്സാംസിനൊക്കെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കൊക്കെ ഇന്റർവെൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എക്സാംസിന് വേണ്ടി മാത്രമല്ല, ഒരു സ്കൂൾ ഓറിയന്റഡ് ട്യൂഷനൊക്കെ നോക്കുന്ന ആളുകൾക്കൊക്കെ ഇന്റർവെൽ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും കുട്ടികളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്കൊക്കെ ഞാൻ ഇന്റർവെല്ലാണ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറ്. കാരണം കുട്ടികളോട് പഠിക്കുന്നതുകൊണ്ട് എനിക്കതിൽ 100% കോൺഫിഡൻ്റ് ആണ്. കാരണം ഇവർ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ പാരൻസിനാണെങ്കിലും ഒരു ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അക്കാദമിക് കലണ്ടർ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പോർഷനാണ് കവർ ചെയ്ത് എന്തൊക്കെ പോർഷനാണ് എടുക്കാൻ പോകുന്നത്. ഈ കാര്യത്തിലൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും കുട്ടികളുടെ നല്ല റിസൾട്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം നമ്മൾ എത്ര തിരക്കിലാണ്, കുട്ടികളുടെ ആ ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് വലിയൊരു സമാധാനമായിട്ടുള്ള കാര്യമാണ്. 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഇവർ സിലബസ് ഓറിയന്റഡ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സിലബസിലും CBSE ആയിക്കോട്ടെ, കേരള സിലബസ് ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, എല്ലാ സിലബസിലും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ pre-KG KGയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ലിറ്റിൽ ജീനി പോലെയുള്ള കോഴ്സുകൾ, പിന്നെ നമുക്ക് ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കോഴ്സസ്, പിന്നെ നമുക്ക് ഓരോ ലാംഗ്വേജസ് പഠിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ഹിന്ദി പോലെയുള്ള ഒരുപാട് ലാംഗ്വേജിലുള്ള കോഴ്സസ്, ഇങ്ങനെ നമ്മളൊരു എന്തൊക്കെ ആവശ്യമുണ്ടോ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ആ കോഴ്സസ് എല്ലാം നമ്മൾ ഇന്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് എപ്പോഴും വീഡിയോയിൽ പറയാൻ കാരണം അത്രമാത്രം എൻക്വയറീസ് വരാറുണ്ട് ഇന്റർവെല്ലിനെ കുറിച്ചിട്ട്. പിന്നെ അവരുടെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അത്ര ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഡയറക്റ്റ് ആയിട്ട് കുട്ടിനെ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം ഫ്രീ ആയിട്ട് ഒരു അസസ്മെന്റ് ടെസ്റ്റ് എടുക്കും. അതിലൂടെ കുട്ടിയുടെ ഒരു കറന്റ് അക്കാദമിക് ലെവലൊക്കെ മനസ്സിലാക്കി, കുട്ടിക്ക് ഏതൊക്കെ ഭാഗത്താണ് ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കി, അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കുട്ടിക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതും കുട്ടികളുടെ ടൈമും എപ്പോഴും ഒരു ഇഷ്യൂ ആണല്ലോ, കാരണം അവരുടെ ക്ലാസ്സിന്റെ ടൈമും ഒക്കെ. അപ്പോൾ അതിനും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ, കുട്ടിക്ക് ആപ്റ്റായ ഒരു ടൈമിലാണ് അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്റർവെൽ ഇത്രമാത്രം എല്ലാവർക്കും പ്രിയപ്പെട്ടതായതും ഇതുപോലെ പോപ്പുലർ ആയതും. അപ്പോൾ ഇതാ ഹസൂട്ടിന്റെ ക്ലാസ്സും ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഈ സ്നാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഉള്ള പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അത് കുട്ടികളുടെ സ്റ്റഡീസിനെയും എക്സാംസിനെയും ഒക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന പാരൻസ് ഒക്കെ നിങ്ങളുടെ റിലേറ്റീവ്സിലോ ഫ്രണ്ട്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആവും. എന്തായാലും ഇന്റർവെല്ലിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ മതി കേട്ടോ ഇതിന്. ഇതായാലും 3 ടേബിൾ സ്പൂൺ പാലിൽ ഒരു മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ എവിടെ ഇതിൽ ഷുഗർ ചേർക്കുന്നില്ല. നേരത്തെ കണ്ടില്ല, നമ്മൾ ബ്രെഡിൽ കുറച്ച് ക്രീം ചീസാണ് കുറച്ചുകൂടി നല്ലത്. എനിക്ക് ഈ ഒരു ചീസ് മൊസറല്ല കിട്ടിയത്. ഞാൻ മൊസറല്ല ചീസ് വെച്ചിട്ടുണ്ട്. ഇനിയും ഷുഗർ ഇഷ്ടമുള്ള ഒരു ഡെസേർട്ട് പോലെ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം കേട്ടോ. അത്രയും ഷുഗർ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചീസ് മാത്രം വെച്ച് ആ ബ്രെഡ് ഒന്ന് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വേറൊരു പാത്രത്തിൽ നമ്മൾ കോൺഫ്ലെക്സ് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ബ്രെഡ് ഇതാ ഈ ഒരു പാലിന്റെ മിക്സറിൽ ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ കട്ടിട്ടൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ കോൺഫ്ലെക്സിന്റെ പാത്രത്തിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി സിമ്പിൾ ആണ്. നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് ബട്ടർ തേച്ച് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡിന്റെ അപ്പുറം ഒന്ന് വേവിച്ചെടുത്ത് നമ്മുടെ സ്നാക്ക് റെഡി. ജാസ്തി മുട്ടി ഇപ്പോൾ വരും. ഇപ്പൊ തന്നെ നേരം വൈകിട്ടോ. ഇനി വന്നിട്ട് ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ വേണ്ടി. അസുട്ടാ മേ വന്നത് കഴിച്ചൂട്. എന്നാ വൈകുന്നേരം വരാൻ വേണ്ടി സ്കൂളിംഗ് ക്ലാസ് വെച്ച് ഇപ്പോൾ ഷൈനിങ് ചെയ്യാം. ഇല്ലാത്ത കുളി അപ്പൊ കുളിക്കാറില്ല. ഇന്ന് ഇല്ലാത്ത കുളിയോട്ട് കുളിക്കാൻ നന്നായിട്ടുണ്ട്. ഓ വാക്സ് തേച്ചിട്ടില്ല പോലും. നടക്ക് പൊട്ടന്മാരെ ഇനിയിപ്പൊ തിരക്കിട്ട് ബോൾ യോഗ ക്യൂട്ടീസിലത് പോയി നോക്കാം. ഷൂ നോക്കിട്ട് രസമുണ്ട്. ഇത് രസമുണ്ട് കേട്ടോ. ഇത് വലിയ കുട്ടികളെ പോലത്തെ ഇങ്ങനെ അവിടെ എന്താ മോട്ടർ ഓടിച്ച് കളിക്കുക തിരക്കിട്ട്. ഏതാ ഇതോ? ആ അതെ അമ്മച്ചിന്റെ വക ഇതാ. അമ്മച്ചിക്ക് പണ്ടേ പലക കസേരയിലൊക്കെ ഉണ്ട് നോട്ടം. ഊഞ്ഞാല പോലെ കിട്ടുന്നല്ലേ. അതെ പുറത്ത് പോകുമ്പോഴൊക്കെ അവർക്ക് ഇരുത്താം. പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഇരുത്താലോ. ഇത് രസമുണ്ട്. ആ ഫുഡ് കഴിഞ്ഞ് എന്നത് വാങ്ങിക്കാം അല്ലേ. ഞാനൊക്കെയുള്ള ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് അല്ലോ വാങ്ങിക്കണേ. എന്തിനാ അന്നേരം ജാസൂൽ ഷൈദിയമ്മ വൃത്തിയാക്കി ഒരു വകക്കാം. 5 ഡ്രസ്സ് അമ്മച്ചി കസേര വാങ്ങിച്ചത്. അപ്പൊ 4 ഡ്രസ്സ്. ഒന്നത്
പെട്ടെന്നുള്ള പ്ലാൻ ആവുകൊണ്ട് എല്ലാവർക്കും വരാനും ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊന്നും സമയമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുകയും വേണം. അപ്പൊ എന്തായാലും ഞാനും ജസ്റ്റിൻ്റെ പറഞ്ഞു ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് അങ്ങനെ 4 അടിപൊളി ഡ്രസ്സ് തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഓ ആ ബോൾ അപ്പത്തേനും എറിഞ്ഞ് റോട്ടി കിട്ടും. എന്റെ മസിൽസ് ഒക്കെ പുറത്തടാ. മസിലൊക്കെ കണ്ടാ ഓൻ്റെ കണ്ടാ ഞങ്ങൾ തന്നെ കുഞ്ഞാപ്പി അപ്പൊ ഞങ്ങൾ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് സ്നാക്കൊക്കെ കഴിച്ച് ജാസ്മി കൂടെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അവൾക്കും വരാൻ പറ്റില്ല, അവിടെ അവളുടെ ഉപ്പയും ഉള്ളതല്ലേ. അപ്പൊ എന്തായാലും ഞാനും ഉണ്ണിക്കുട്ടിനും ഉമ്മച്ചിയും കുട്ടികളും ഞങ്ങൾ അങ്ങനെ പോവാന്ന് കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പൊ ഉമ്മച്ചിന്റെ കസേര മാത്രമേ ഒന്ന് പാക്ക് ചെയ്യാൻ, ബാക്കിയൊക്കെ ഓൾറെഡി പാക്ക് ചെയ്തതാണ്. അപ്പൊ ഒരു 11:30 മണിക്ക് പോവാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മൾ എങ്ങനെ പോണേ? അതാണോ മെയിന്? യാമി കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് രാഹുൽ കെപ്പി വണ്ടി കയറി വാലടിച്ചോളിമാ. അപ്പോഴേ വാപ്പല്ല കേട്ടോ, വാപ്പാക്കൊരു കുഞ്ഞു ജലദോഷമുണ്ട്. 12 മണിക്ക് അവിടെ എത്താന്നുള്ള തരത്തിലാണ് പോണത്. നേരത്തെ മേടിച്ച ഗിഫ്റ്റുകളൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കും, ഞങ്ങൾ എടുത്തിട്ടില്ല. ഇത് മാത്രം ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്താണ്. വാപ്പ ഇത് പ്രസന്റേഷൻ കവറിലൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൂടി വണ്ടിയിൽ വെക്കട്ടെ. ചെറുതൊക്കെ ഉറങ്ങിയണോ ആവോ? എങ്ങനെ ചെയ്യേണ്ടെന്നൊരു പ്ലാനിങ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും അവിടെ മേലെ പോയി വണ്ടി നിർത്തി, ഗേറ്റോടെ വണ്ടി നിർത്താം അല്ലേ. എന്നിട്ട് പതിയെ ഗിഫ്റ്റ് ഒക്കെ എടുത്ത് പുറത്തിറങ്ങാം. അപ്പത്തേനും അവർ കാണും. അപ്പൊ വരട്ടെ. എന്തായാലും ഇത്താ ഒരു തരത്തിൽ പ്രതീക്ഷിച്ചില്ലല്ലോ, ഉറങ്ങാതിരുന്നാ മതി. ചില ദിവസങ്ങളിൽ ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറയാറുണ്ട്. ആ ദിവസമായാൽ മതിയായിരുന്നു. അടച്ചോനെ ലൈറ്റൊക്കെ ഓഫ് അടിയുന്നത് ഗേറ്റിന്റെ അവിടെ നിർത്താം നമുക്ക്. ലൈറ്റ് ഓഫ് ആക്കി പോവാം. ആ ലൈറ്റ് ഓഫ് ആക്കി ഇതാരോ തിരക്കിട്ട് ഓല വണ്ടി അവിടെ നിർത്തിയില്ല. അതെന്താ വാല് തുറന്നിട്ടില്ല, പക്ഷെ ഒരു ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഈ സൈഡിൽ നിർത്തിക്കോ. ആരും ഒച്ച ഉണ്ടാക്കിയെടുത്തിട്ട് കുട്ടികളെ ഗിഫ്റ്റ് എടുക്കണം. ഗിഫ്റ്റ് കൊടുത്തോ. ഇപ്പൊ അങ്ങോട്ട് പോയില്ല. കേക്കൊന്ന് കൈയിട്ടിരിക്കണം. കേക്ക് കാണിച്ചിട്ടിങ്ങനെ ഫ്രണ്ടിൽ കൊടുത്തോ. കേക്ക് കാണിച്ചു. ഇതാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഉറങ്ങിയിട്ടില്ല, വന്നിട്ട് എല്ലാവരും ഹാളിൽ ഇരിക്കുന്നു. അതൊക്കെ അവനോടൊക്കെ പൊട്ടാൻ കുട്ടിക്ക് വേണ്ടി യാമിക്കുട്ടന്റെ പിറന്നാന്നൊക്കെ പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കട്ടെ ഇവിടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉറങ്ങാനൊരു സമാധാനം. എല്ലാരും വന്നിക്കാൻ പോലെ ചേച്ചിക്കല്ലത്. ജാസ്മിന്റെ വരണം വിചാരിച്ചത് നോക്ക് പറ്റില്ല. ഇത് നോക്ക്, ഇത് നോക്കിയാ പാപ്പു
ഹാപ്പി ബർത്ത്ഡേ ആദ്യം മയങ്ങി വീഴും. തൊട്ടിക്കാം. നിന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ കൊണ്ട് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് കേസ് ഓൾക്ക് ഒന്നും മനസ്സിലാവുള്ള പ്രായമായിട്ടില്ല. സർപ്രൈസ് ആണെന്നോ ബർത്ത്ഡേ ആണെന്നോ ഇതൊന്നും ഓൾക്ക് മനസ്സിലാവൂല. പക്ഷെ ഞമ്മക്കൊരു സന്തോഷം അല്ലേ യാമിക്കുട്ടി? കുറച്ച് കുറെ കാലം കഴിയുമ്പോൾ കണ്ടോളും വീഡിയോയില്. അഭിലാമി ഇമ്മിച്ചൊക്കെ വന്നിരുന്നില്ലേ രാത്രി, അങ്ങനെ ഓള് കണ്ടോളും. ഇപ്പൊ ഓ ഇതിപ്പോ എന്താ ഉറങ്ങി വെച്ചപ്പോ വീണ്ടും ഉറങ്ങാനും സമ്മതിക്കില്ല. പഠിച്ചാ പോളിരിക്കുന്നത് അതാ ഒച്ചയും ബഹളമൊക്കെ ഇട്ട് ബൂബ് വരെ വന്നു കൈസ്. എന്താ ഇവിടെ നട്ടപ്പാടൊക്കെ ഇവിടെ ബൂബ് ഉറക്കത്തെ ചേച്ചി എന്താ ഇവിടെ നൈസില് മുങ്ങാൻ വേണ്ടി പോവാന്. നിക്കടാ അവിടെ. നേരം വെളുത്തില്ല, നേരം വെളുത്തില്ല. ഹാപ്പി ബർത്ത്ഡേ അമ്മി കുട്ടി. കുട്ടിക്കൊന്നും മനസ്സിലായിട്ടില്ല കൈസ്. അരെ ഗ്ലപ്പോന്ന് ചാടുവോ? ഞങ്ങള് രാത്രി അതിന്റെ കുഞ്ഞു കേക്കാ വന്നിട്ടുണ്ട്. അവളെ ചേച്ചിനൊത്ത കേക്ക്. അവൾക്കിപ്പോ അമ്മന്റെ അടുത്ത് തുള്ളി പാലാ കിട്ടേണ്ടത്. അതാണ് ഇപ്പൊ വേണ്ടത്. ഓക്കേ കുട്ടി പല്ലടന്ന് വിചാരിച്ച് എടുത്തിട്ട് ഓടുക. അത് കഴിക്കണ്ട ചെറിയ പോവും. മമ്മി കൊടുക്ക അറിയാന്ന് വേഗം എടുത്ത് മമ്മക്ക് കൊടുക്ക. കാക്കുമാർക്കാണ് ഒരു ഒഴിവില്ലാത്തത്. യാമിക്കുട്ടിക്ക് സത്യം പല കാര്യം ഒന്നും പഠിക്കിട്ടില്ല. തൊടാൻ സമയം എനിക്ക് പാലാണ് പാലുണ്ട്. വേഗം അല്ല കൂടുതൽ കൈയ്യുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗുഡ് മോർണിംഗ് സിസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. കേക്ക് വേണ്ടേ? ഇവിടെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമ്മാനപ്പൊതികളായിട്ടൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് ഓളൊന്നും വരാം. നമ്മളെപ്പോഴും ഇങ്ങനെ കൂടുന്നതാണല്ലോ. ഞങ്ങൾ ജാസ്മിനോട് പറയായിരുന്നു പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞ പോലെ ആകെ എപ്പോഴും വലിയ തിരക്കും ബഹളവും ബന്ധവും തന്നെയല്ലേ. എന്തൊക്കെ ആഘോഷം നടത്തിയ വീഡിയോ. പക്ഷെ അപ്പൊ എല്ലാത്തിനും കാറും ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് പുറപ്പെട്ടു. നാളെ പോകാന്ന് വിചാരിച്ചപ്പോ നാളെ ഇനിയിപ്പോ ആഘോഷക്കാരൻ പോലെ ഇങ്ങനെ നടക്കണ്ടേ. അപ്പൊ നമുക്ക് രാത്രി വിചാരിച്ചിട്ടല്ലേ വാപ്പാൻ ജലദോഷം ഒറ്റക്കിട്ട് പോന്നല്ലേ.
മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടിട്ട് നാളെ രാവിലെ പട്ടുപാടെ ഇടുന്നത് രാവിലെ പട്ടുപാടെ നാളെ സ്കൂളിൽ പോകാൻ പറ്റട്ടെ വാഷിംഗ് ഉണക്കി പറഞ്ഞ തുണി നടക്കും ഇവിടെ കൂടുമല്ലോ കച്ചവടം നടന്ന് ഏതൊക്കെ പുതിയ കൊണ്ടുപോണേ വേഗം കച്ചവടം നടത്തട്ടെ. അത് ഷെഫ് കാക്കാന്റെ എന്തോ ആണ്. ഷെഫ് കാക്കോട് ചോദിച്ചപ്പോ മുതലാളിനോട് യമി ടാറ്റ കാണിച്ചാ ടാറ്റ കാണിച്ചാ യാമി കുട്ടി യമി ടാറ്റാ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പൊ ഇതെങ്ങനെ വിചാരിച്ച പോലെ ആ ഒരു സമയത്ത് തന്നെ പോയി ആ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ പറ്റി. കുട്ടിക്ക് ഇപ്പൊ ഇതൊന്നും മനസ്സിലാവില്ല, പക്ഷെ കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോ ഇങ്ങനെ എല്ലാവരും രാത്രി വന്നിരുന്നോ ഒരു രസമല്ലേ. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ ഞാൻ ഈ മെയിൻ ദിവസങ്ങളിലെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു ആൽബം കാണുന്ന പോലെയാ. ഞാൻ തന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണും. ഓരോന്നും ഓരോ ഓർമ്മകളാണല്ലോ. എന്തായാലും യാമിന്റെ ഒരുപാട് ആഘോഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഇത്ത ബർത്ത്ഡേ വേറൊരു തരത്തിലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ഇത്താന്റെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ഞങ്ങൾ വെറുതെ ഇത്താനെ ഞെട്ടിക്കാൻ വേണ്ടിട്ട് എന്തായാലും ഇത്താക്കും അത് ഭയങ്കര സന്തോഷമായി. ഒന്നാം ബർത്ത്ഡേ ആണ് അല്ലേ, ഹാപ്പി ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞ ടാറ്റ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പോവാണ്. കഴിഞ്ഞ കൊല്ലം വയറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ പറയാം വയറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു വരണം വരണം ഈ സമയത്തൊക്കെ രാത്രിയൊക്കെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കും. അങ്ങനെ നേരം വെളുത്തപ്പോ പോരെന്നെയാണെന്ന് പറഞ്ഞാണ് തന്നെയാണ് മമ്മ ഒരാഴ്ച മുമ്പ് വന്ന് പോയി വന്നല്ലോ. അപ്പൊ ഞാനൊന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ മാക്സി തന്നെ ഇട്ടിട്ട് അന്നും ഞാൻ ഈ മാക്സി ഇട്ടിരുന്നത്. അതായത് വേദന വന്ന സമയത്ത് തലേ ദിവസം മാക്സി ഇട്ടിരുന്നത് വീഡിയോയും എടുത്തിരുന്നു. അതൊന്നും നോക്കുമ്പോ ഞാൻ ഈ മാക്സി വീഡിയോകളും കാര്യങ്ങളും ചെയ്യും. ബർത്ത്ഡേ ആയിട്ട് ഞാൻ പോവാണ്. ഒരു വയസ്സ് വരെ നിങ്ങളുടെ കൂടെ ഉള്ളത്, ഇനി ഞങ്ങൾ പിന്നെ നമ്മൾ പോവാ. അങ്ങനെയൊക്കെ വണ്ടി കയറിയപ്പോനെ. ഓക്കെ ടാറ്റ മമ്മ, ടാറ്റ പപ്പ പപ്പ. ഓക്കെ ഇത്രയുള്ളൂ നമ്മളെ സർപ്രൈസ് വീഡിയോയിലെ വിശേഷം. അപ്പൊ ഇതിൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത അടിപൊളി വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ ബൈ.